ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്കുമില്ലേ മോനെ അമ്മയും പെങ്ങന്മാരും? എന്റെ വയറ്റിൽ കുരുത്തവനവൻ നെറികേട് കാണിക്കില്ല. അതിന് തെളിവ് ഞാൻ തന്നെയാ. അവനെ പ്രസവിച്ച അവന്റെ ഈ അമ്മ. ഇനി എന്നെങ്കിലും എന്റെ മോൻ ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ ദേ നിന്റെ മുന്നിൽ വെച്ച് ഈ അമ്മ ജീവൻ ഒടുക്കും. അത് നിങ്ങളെ കൊടുക്കാനോ കേസ് നിങ്ങളുടെ നേരെ തിരിക്കാനോ അല്ല. എന്റെ വയറ്റിൽ ഇവൻ പിറന്നു പോയതിന്റെ പശ്ചാത്താപം, ഒരമ്മയുടെ വേദന, കണ്ണുനീര്. അതിന് ഞാൻ എന്റെ ജീവൻ തന്നെയാ നിന്റെ മുന്നിൽ പണയ വസ്തുവാക്കുന്നത്. എടാ മോനെ, വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്, എന്റെ മകൻ ഇതിൽ ഒരു പങ്കുമില്ലടാ. ഞാനിപ്പോ ഈ അമ്മയുടെ വാക്കുകൾ വിശ്വസിച്ചു പോവാ. നീ പലവട്ടം എന്റെ ശാലിനിക്ക് നേരെ പോരിനിറങ്ങിന്ന് ഞാൻ അറിഞ്ഞു. അതെല്ലാം ദേ ഈ അമ്മയുടെ കണ്ണീരിന് മുമ്പിൽ തൽക്കാലം എല്ലാം മറക്കുക. പക്ഷെ മോനെ, ഹോസ്പിറ്റലിൽ വെടിയേറ്റ് കിടക്കുന്ന എന്റെ ശാലിനിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടായ അതിന്റെ പിന്നിൽ നീയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞ എന്റെ വിശ്വരൂപം നീ കാണും. അത് ഒരുപക്ഷെ നിങ്ങൾക്കൊന്നും താങ്ങാൻ പറ്റിയെന്ന് വരില്ല. കേട്ടല്ലോ? എടാ, കാടിളക്കി വന്ന ഒറ്റക്കൊമ്പനെ അടക്കി നിർത്താൻ എനിക്ക് വേണ്ടി വന്നത് ഒരു വാരിക്കുഴിയാ. അങ്ങനെ നോക്കുമ്പോ മതം പൊട്ടി വരുന്ന നിന്നെ അടക്കി നിർത്താൻ എനിക്കൊരു വാരിക്കുഴിയുടെ ആവശ്യം പോലുമില്ല. തെക്കേപ്പുറത്തൊരു കുഴി, അത് തീർക്കും നിന്റെ ആ വിശ്വരൂപം. തെക്കേപ്പുറത്ത് കുഴി വെട്ടുന്ന എന്തായാലും നല്ലതാ. പക്ഷെ അതിൽ കിടക്കേണ്ടത് തന്തയോ മോനോ എന്ന് തീരുമാനിക്കേണ്ട അവകാശം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാ. നീ ടോസ് ഇട്ടോ, എന്നിട്ട് തീരുമാനിക്കേ. അധികം കൂവുന്ന കോഴിക്ക് അല്പമേ ആയുസുള്ളൂ. നീ ആദ്യം ചെയ്തു കാണിക്ക, അപ്പം ഞാൻ നിനക്ക് ചാർത്തി തരും നീ ആണാണെന്നുള്ള പട്ടം. നിന്റെ വെല്ലുവിളി സ്വീകരിച്ചോണ്ടാ ഈ വിഷ്ണു പോകുന്നേ. ഒരുങ്ങിയിരുന്നോ നീ? നിനക്കെന്താണോ കരുതി വെച്ചിരിക്കുന്നേ അതുകൊണ്ട് വിഷ്ണു വന്നിരിക്കും. അതിനെ മറികടക്കാനുള്ള ആയുധവുമായി ഈ ശിവന് ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും. കാണാം.